ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചക്രപ്പൊടി കയറാൻ വേണ്ടി പോകണം കേട്ടോ. കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ പോയി നോക്കുകയാണ്. രാവിലെ വരാതിരുന്നതിൻ്റെ കാരണം രാവിലെ നല്ല വെയിലാണ്. അവിടെ നമ്മളിപ്പോൾ കയറി പോയിട്ടുണ്ടെങ്കിൽ തന്തൂരിയായിപ്പം. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ കണ്ടോ, ഫുള്ള് മഞ്ഞാണ്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഗ്യാപ്പ് റോഡിലൊക്കെ ഉച്ച കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് നല്ല മഴ കിട്ടും കേട്ടോ. സോ നല്ല തണുപ്പുമാണ്. നമ്മൾ സ്കൂട്ടറാണ് വന്നത്, ഞാനുണ്ട്, അമ്മയുണ്ട്. അടിപൊളിയാ, നോക്കിക്കേ, അടിപൊളി. ഓ, അന്നത്തെ നിർത്തി നിൽക്ക് നോക്കട്ടോ. നമ്മള് റോഡ് ക്രോസ് ചെയ്തു കഴിച്ചു. എന്റെ ദൈവമേ, ഇവിടെ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ഇപ്പൊ ടോളിന് അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന അത്ര സീനാണ്. ലക്ഷ്യമായി വണ്ടി ഓടിച്ചു യൂട്യൂബർ പിടിയിൽ. ദൂരം മഴ പെയ്യുന്നല്ലേ, ആ മലയിൽ ഇങ്ങനെ മഞ്ഞിറങ്ങി നിൽക്കുന്ന നോക്കിയ കാഴ്ച. ഇപ്പൊ അതിന്റെ തൊട്ട് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, അടിപൊളിയായിരിക്കും. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണേ. നല്ല തണുപ്പാണ്. ഈ ഒരു കടയാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത്. എങ്ങനെയുണ്ട് വട? ഈ വടക്ക് മറ്റേ ചട്നി കിട്ടില്ലേ? ചട്നി ഉണ്ട്, ചട്നി നല്ലതുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ചായയാണ്. കുറച്ചും കൂടെ ടേസ്റ്റാണ്. നമ്മൾ പിന്നെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാണ് കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നോർമൽ ക്ലൈമറ്റ് ആണ്, വലിയ തണുപ്പൊന്നും തോന്നില്ല. അവിടുന്ന് വണ്ടി എടുത്താൽ ഞങ്ങൾ വീണ്ടും ഭയങ്കര തണുപ്പാട്ടോ. റോഡ് വന്നതിന് ശേഷം ഞാനങ്ങനെ കാറൊന്നുമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇവിടെ. പിന്നെ സ്കൂട്ടറിന് റോഡില്ലല്ലോ. നമ്മളങ്ങനെ അതിൻ്റെ ഏകദേശം ഒരു ബേസ് ക്യാമ്പിലെത്തിയേ. സോ നമ്മളങ്ങോട്ട് പോകണേ. ഇങ്ങനെ മിഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് ഒരു സാറ് പറഞ്ഞു ഈ കുപ്പി ഇട്ടിട്ട് പോകരുതെന്ന്. ചത്താലും ഞാൻ ഈ കുപ്പി ഇട്ടിട്ട് പോവില്ല, കാരണം ഇത് 100 രൂപ കൊടുത്ത് മേടിച്ച കുപ്പിയാണ്. സോ നിങ്ങളൊന്ന് നോക്കാം. അയ്യോ, എനിക്ക് സംസാരിച്ച എൻ്റെ എനർജിയൊക്കെ പോവും. അതുകൊണ്ടുള്ള എനർജി ഞാൻ സേവ് ചെയ്ത് നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു ബിൽഡിങ് എന്നാ ഫീലല്ലേ. ഇതൊക്കെ എത്ര വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടേക്കുന്നറിയോ? ഇതൊക്കെ പള്ളിയാണോ ചാപ്പലാണോ അറിയത്തില്ല കേട്ടോ. എന്നാ ഇത് ആണല്ലേ? എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു പോയി നോക്കാതെ. ആ ഉള്ളിലൊക്കെ അതേ സിമെൻറ്റും കോൺക്രീറ്റൊക്കെ ഇട്ട് പണിതേക്കുന്ന സാധനം കേട്ടോ. നോക്കിക്കേ, അടിപൊളി. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നമ്മുടെ മഡ് ഹൗസിലേക്ക് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. സോ 3 നേരം കയറി ഇറങ്ങി ഞാൻ മിനിമം ഒരു ചില ദിവസങ്ങളൊക്കെ 5-6 ദിവസമൊക്കെ കയറി ഇറങ്ങിയൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല നമ്മൾ ഇടുക്കി താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ കയറ്റോ ഇറക്കോ നടപ്പൊന്നും ഇച്ചിരി ടഫായിട്ടുള്ളൊരു കാര്യമേ അല്ല കേട്ടോ. ദാറ്റ്സ് വൈ വി ആർ ഫിറ്റ്. ഇവിടെ നിന്നുള്ളൊരു വഴി നിങ്ങൾ നോക്കിക്കേ, എൻ്റെ പൊന്നോ. ഇത് കണ്ടോ, സ്റ്റീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്റ്റീപ്പ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ നേരെ അതേപോലെ ഊർന്ന് താഴേക്ക് പോകും കേട്ടോ. എൻ്റെ പൊന്നോ, ഞാനിപ്പോൾ വിചാരിക്കുവാണേ കുറച്ച് നാൾ മുന്നേ വരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഈ കാണുന്നുണ്ടോ, ഇതാണ് കേട്ടോ നീലക്കുറിഞ്ഞി. പൂക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുൾ ബ്ലൂ കളറായിരിക്കും.
ഞാൻ ഇത്രയും നാളിത് കാണാതിരുന്ന അപ്പം നഷ്ടമായിപ്പോയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഹാപ്പി. അയ്യോ വേണ്ട, അതായിരിക്കും ടോപ്പ്. അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ടമ്മേ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി. ഇതിൻ്റെ താഴേക്ക് നല്ല സ്റ്റീപ്പാണ് കേട്ടോ. ചാടിയ ചത്ത് കണ്ടോ? ആ കാണുന്നുണ്ടോ? അതാണ് ഗ്യാപ്പ് റോഡ്. ഇതുവരെ മതി. ഇത് നമുക്ക് മുകളിലേക്ക് പോവാം. അയ്യോ മഴയാണല്ലേ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയൊക്കെ താഴെ നിന്ന് മഞ്ഞിങ്ങനെ മുകളിലേക്ക് കയറി പോകണം കേട്ടോ. എൻ്റെ പൊന്നോ എൻ്റെ രസം നോക്കി. അവിടെ ഒരു ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിപ്പുണ്ട് കേട്ടോ. നോക്കിയേ ഇവിടെ മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിപ്പുണ്ട്. നോക്കിക്കേ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. അയ്യോ ഇപ്പോൾ ഇത്ര തരം ഗ്യാപ്പ് റോഡ് അവിടെ കാണത്തില്ലായിരുന്നോ? ഗ്യാപ്പ് റോഡ് അപ്രതീക്ഷിതമായി പോയി കേട്ടോ. അതങ്ങനെ പോവാണ്. കൊട ഇതുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ. അടിപൊളി അടിപൊളി. മുകളിലേക്കോ അല്ലേനെ കൊണ്ട് പോയാ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാറയിൽ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 90 ഡിഗ്രി അതും അത്രയും തന്നെ സ്ലോപ്പിലായിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ലേറ്റ് ആവുന്ന അങ്ങോട്ട് പോണേ. ഇനി ആ മലയുടെ ടോപ്പിൽ പോയിട്ട് നമ്മൾ കയറണം. നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ? അതിലൂടെ ആൾക്കാർ വരുവാണ് കേട്ടോ. പൊന്നോ അടിപൊളി. ഒന്നും പറയാനില്ല, അത്ര അടിപൊളി ഫീലാ. പിന്നെ ഇവിടെ നിന്നുള്ള റിവ്യൂ നിങ്ങൾ നോക്കിക്കേ. അയ്യോ അടിപൊളി. നിങ്ങൾക്ക് മഴ പെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഈ എത്ര ആഴമുണ്ട്? കുറച്ച് ആഴമുള്ളൂ കേട്ടോ. അയ്യേ അതെ, ഇനി അതിനകത്ത് ഫോൺ കളയണ്ട. എന്താ പൊന്നെ. അയ്യോ വെള്ളാച്ചിരി പിടിച്ചാലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ? അതാണ് ഗ്യാപ്പ് റോഡ് കേട്ടോ. വെള്ളത്തിലൊക്കെ കയ്പ്പ് മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല. എന്നെക്കൊണ്ട് വയ്യ. ഓരോ സ്ഥലത്തും ഇതിനിപ്പോൾ ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെയാണോ? പക്ഷേ ഇവിടെ കുറിച്ചുണ്ട്. സ്റ്റീപ്പ് എന്താണെന്ന് നിങ്ങൾ നോക്കാം. ഇതിനൊരു അന്ത്യമായിട്ടില്ല. അയ്യോ അങ്ങോട്ട് നോക്ക്. എൻ്റെ പൊന്നോ എനർജിയൊക്കെ ലോസ് ആയിരുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനർജിയൊക്കെ കംപ്ലീറ്റ്ലി ഔട്ടായി ഗൈസ്. ഇതൊക്കെ ഒരു ജീവി, ഒരു ബഗ് വെറൈറ്റി അല്ലേ? ഇങ്ങനെ എടുത്താ ഇവിടെ ചില ചീറ്റായിരിക്കല്ലേ? ഇല്ല നോക്കട്ടോ. ഇത് കോമഡിയാണല്ലോ. ഇത് ചെറുതാ കേട്ടാ. മാറിക്കേ മാറുന്നേ ഗൈസ്. ഞാനിപ്പോൾ നമ്മുടെ ചക്രമുടിയുടെ ഒരു കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ നമുക്കൊണ്ട് വയ്യ. ഞാനീ വെള്ളം ഈ ബോട്ടിൽ നിറച്ച് വെള്ളം കൊണ്ടുവന്നാണേ. ഏകദേശം തീർന്നു. ഐ ആം ഡെഡ്. ഞാൻ ചത്തു. അയ്യോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയൊക്കെ ഫോൺ കയ്യിൽ നിന്ന് എളുപ്പി. എൻ്റെ പൊന്നോ എന്താ സൂത്രം കാണിച്ചിരുന്നു? എന്താ അത്? എന്താ എന്നത്? കാട്ടുമുയലിന്റെ കാട്ടോ? ഇതിന്റെ വീഡിയോ ചെയ്തല്ലോ. കാട്ടുമുയലിന്റെ കാട്ടോ ഇത്? ആണോ?
അമ്മ പറയുന്ന കാട്ടുമയിലെ കാട്ടൊക്കെ കണ്ടുപിടിച്ചെന്നാണ്. അതോട്ടെ സത്യമായിട്ട് ഇവിടെയൊക്കെ കാട്ടുമയിലുള്ളതാണ്. കാരണം പുല്ലാ തന്നെയല്ലേ ഉള്ളത്. പുല്ലിരുന്ന് കാട്ട് കഴിക്കുക, കാട്ടുപിടുക, എന്ത് ലൈഫ് നോക്കുമേ. ഇതന്നെ അമ്മ പനിക്കൂർക്കാണോ? അമ്മ ഓടിക്കറിയാണ്. യെസ് യെസ് ക്രിസ് ക്രോസ് കറിപ്പാ. ദൈവമേ നിങ്ങളത് കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക് ഗൈസ്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടെ. അപ്പം അമ്മ പറയാം ഇത് അമ്മയ്ക്ക് ഇവിടെ പുതുമയുള്ള കാര്യമൊന്നുമില്ല. അമ്മ സ്ഥിരം ഇങ്ങനെയുള്ള പരിപാടികളിലൂടെയൊക്കെ നടന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോയതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊക്കെ ഇത് വെറും പുഷ്പമാണെന്നാണ് അമ്മ പറയുന്നത്. അമ്മ അതിനിടയ്ക്ക് കുഷിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അതിന് വെള്ളം ഒഴുകുന്നുണ്ടോ? ഇനി ഈ മല കയറി കഴിയുമ്പോൾ വേറെ മല ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. മുന്നേ വന്നവരൊക്കെ അവിടെ പോയി വിശ്രമിക്കുക. ഇനി ഈ മല കയറി കഴിയുമ്പോൾ വേറെ മല ഉണ്ടാവും എന്ന് ആരും പറയാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ ഇവിടെ കൊണ്ട കമ്പി ഏതാണ്ട് സാധനം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്ന എന്തായാലും സാധനമായിരുന്നായിരിക്കുമേ. അത് പറിച്ചു കളഞ്ഞായിരിക്കും ആരേലുവേ. ആ പൊളിച്ചു കളഞ്ഞായിരിക്കും കേട്ടോ. എൻ്റെ പൊന്നോ ഇത് അന്ത്യൊന്നുമില്ല ഗൈസ്. കയറി കയറി എൻ്റെ ഉപ്പാടലായി പോയി. എന്നാ അതൊക്കെ ഏകദേശം നമ്മൾ ഇതിന്റെ മുകളിൽ എത്താറായി. ഇനി അവിടെ കയറുമ്പോൾ വേറെ മല കാണുമെന്ന് അറിയത്തില്ല. താഴെ കുറെ പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഉണ്ട് ഇനി പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കയറൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടവർക്ക് ഇങ്ങോട്ടും വേണ്ടവർക്ക് ഇങ്ങോട്ട് പോകണ്ട. ഇത് നോക്കിക്കേ എന്നാ ഫീലാണ്. കൈ വരയ്ക്കോ? ഗൈസ് നമ്മളിപ്പോൾ ഒന്നാമത്തെ മലയാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ 2 മലകളുണ്ട്. ഇവിടെ നോക്കിയാൽ 2ാമത്തെ മലയും 3ാമത്തെ മലയും കാണാം കേട്ടോ. അത് നോക്കിക്കാൻ നിങ്ങൾ എൻ്റെ പൊന്നു അത് ആകാശത്ത് തൊട്ടുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് കാണുന്നത്. ഇതാണ് ഇവിടെ നിൽക്കുന്ന റോപ്പ് കേട്ടോ. ഈ റോപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത് ആ കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ നോക്ക് ഗൈസ്. ഇപ്പോൾ വലിയൊരു കുട്ടിക്കാട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നേക്കുവാണ് കേട്ടോ. എന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഗൈസ്, ഇനി എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഞാൻ ഈ മല വന്ന് കയറിയിരിക്കും. അത്ര അടിപൊളിയാണേ. അയ്യോ നോക്കിക്കേ. ഇവിടെ നിന്നോട്ടോ ഞാൻ വീഴല്ലേ. അടിപൊളി നോക്കിക്കേ. അടിപൊളി. ദൈവമേ ഗൈസ് ഇത് നോക്ക്. നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാ. ഞാനൊരു വലിയ മണ്ടത്തരം കാണിച്ചു ഗൈസ്. എൻ്റെ കയ്യിൽ എൻ്റെ പവർ ബാങ്ക് ഞാൻ എടുത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുക. ഇനി ഒരുപാട് കയറി പോകാനുണ്ട് കേട്ടോ. എനിക്ക് ഈ കാട്ടിപ്പുലി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്.
ഏകദേശം നമ്മുടെ മുകളിലെത്തിട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളേ. ഫോണിൽ ചാർജില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം സബ്മിറ്റിലേക്ക് എത്തുകയാണ് കേട്ടോ. ഏകദേശം തീരാറായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. ഇനി എനിക്ക് വയ്യ ഇതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തീരാറായെന്നൊക്കെ ആട്ടോ തോന്നണേ ഗൈസ്. അങ്ങനെ നമ്മൾ ചക്രമുടി പീക്കിൻ്റെ സബ്മിറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു 1 hour കൂടുതൽ നമ്മളിവിടെ സബ്മിറ്റിൽ എത്താൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം പരിചയപ്പെട്ടാണ് ഈ ചേട്ടൻ ഒരുപാട് ട്രെക്കിംഗ് സ്പോട്ടുകളിൽ പോയിട്ടുള്ള ഒരാളാണ്. ഈ ചേട്ടൻ എത്രാമത്തായിട്ട് ഇതോടെ ഞാനിവിടെ ആദ്യം വരിക കേട്ടോ. ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, സ്വർഗാരോഹണ കവാടം കണ്ടിട്ടുണ്ട്, മാനാതിർത്തി പോയിട്ടുണ്ട്, വ്യാസഗുഹയിൽ പോയിട്ടുണ്ട്, അതുപോലെ കേരളത്തിലുള്ള എല്ലാ കൊടുമുടികളും കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. വാഗമണ് നിങ്ങൾ പോയോ? ഇല്ല. വാഗമൺ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഒരു തങ്ങൾ പാറയുണ്ട്, ഇതാണ് ഇതുപോലെ ഒരു ട്രക്കിംഗ് ആണ്. അതുപോലെ ചെമ്പ്ര പീക്കിന് കുറെ സമയത്ത് വരെ പോകാൻ പറ്റും. വയനാട്ടിൽ ഇടയ്ക്കൽ ഗുഹ അടിപൊളിയാണ്. അതുകൊണ്ടല്ലോ ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലിപികൾ അവിടെയുണ്ട്, പാറയിൽ കുത്തിവെച്ചിട്ടുണ്ട്. രാജാവിൻ്റെ തല, നക്ഷത്രങ്ങൾ, മാന് എന്ന് വേണ്ട ഒരു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചകൾ എന്ത് കാണുന്നു അതെല്ലാം അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ശരി, നമ്മുടെ ഇവിടെ മോളിൽ നിന്ന് താഴോട്ട് ഇവർ രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ചേട്ടായുണ്ട്, ചേട്ടാ എടുത്ത് പോയിട്ട് ബാക്കി വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് മേടിക്കണം. സോ ഗൈസ് നമ്മൾ 4 മല കയറിയിട്ട് സക്സസ്ഫുള്ളി താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് കയറിയില്ലായിരുന്നു, വമ്പൻ നഷ്ടമായി. ഇപ്പം അമ്മയുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നേ? അടിപൊളി. 2% ചാർജ് ഉള്ളന്നേ, അതുകൊണ്ട് ആ പാടെ സീന. അതുകൊണ്ട് നമ്മളിത് കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല, നേരെ പോയേക്കോണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇതൊന്നും മറക്കരുത് കേട്ടോ. സോ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ. ബൈ പറയാമേ? ഓക്കെ.